السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. قال رسول الله صلى الله عليه وسلم أحب الأعمال إلى الله تعالى أدومها وإن قل. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനക്കർഹനും സർവനാമ ഗുണവിശേഷണങ്ങളുടെ ഉടമസ്ഥനുമായ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി ഉപദേശിക്കുന്നു, അഥവാ ബലവത്തായി വസീയത്ത് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുന്നുകൊണ്ട് നിർബന്ധ കൽപ്പനകൾ പൂർണ്ണമായും ജീവിതത്തിൽ പ്രാപ്തമാക്കി സുന്നത്തായ കർമ്മങ്ങൾ കഴിയുന്നത്ര ചെയ്ത് കൊണ്ടുവരിക. ഇതാണ് തഖ്വ. ഇത്തഖുല്ലാ പലപ്പോഴായി നമ്മൾ മെമ്പറിൽ കേൾക്കുന്ന കാര്യമാണ്. തഖ്വയുള്ളവരായി ജീവിക്കണമേ ഞാൻ എന്നോടും നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. അതിൻ്റെ വിശദ രൂപം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട്. അങ്ങനെ തന്നെയാണോ നാം ചെയ്യുന്നത് എന്നും നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ തഖ്വയുള്ളവരായി ജീവിക്കുക, അത് മറ്റുള്ളവർക്ക് മാതൃകയാവുക, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പതിവായി നാം ചെയ്യുന്ന അമലുകൾ കുറച്ചെങ്കിലും ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച ഹദീസിൻ്റെ ചുരുക്കം. ഒരു സാധാരണ പാരായണം ചെയ്യാനുള്ള ഫാത്തിഹയിൽ നിന്നുള്ള അവസാനത്തെ ഒരു വചനം ചേർത്തി പറയുകയുണ്ടായി. വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് അത്. നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം അള്ളാഹുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അള്ളാഹു നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമസ്കാരത്തിൽ നാം പതിവായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ആ പ്രാർത്ഥന? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ പാത നീ ഞങ്ങളെ വഴി ചേർക്കണമേ. വിശദീകരിക്കുന്നു. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, ആ ചൊവ്വായ പാത ഏതാണെന്ന് വിശദീകരിക്കണം. നീ അനുഗ്രഹിച്ചുള്ള പാത ആരാണ്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സാഹിബിന് യോജിച്ച മാർഗം. വളരെ വിഷയങ്ങൾ അതിനുണ്ട്. ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സാഹിബത്തും അല്ലാഹു തആല അനുഗ്രഹിച്ചവരാണ്. റളിയല്ലാഹു അൻഹും എന്നാണല്ലോ സാഹിബിനെ സംബന്ധിച്ച് ഞാൻ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ അവർ നബി സാഹിബിനെ യോജിച്ച മാർഗത്തിലേക്ക് എന്നെ വഴി ചേർത്ത് തരണമേ എന്നുള്ളതാണ് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല നമ്മൾ പറഞ്ഞ മറുപടി എൻ്റെ അറിയാൻ ചോദിക്കുന്നത് അവൻ ലഭിക്കുന്നതാണ് എന്നാണ്. അത് നമ്മൾ കേൾക്കണം ഉച്ചവി കൊണ്ട്. തുടർന്ന് പറയുന്ന ആ ഭാഗത്തിലേക്കാണ് ഞങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കേണ്ടത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, കോപ്പിക്കപ്പെട്ട പാതയല്ല. ആരാണ് പാത? ജൂത ക്രിസ്ത്യാനികളുടെ പാത. എന്താണ് അവർ ചെയ്തു? അവർ ദീനില്ലാത്ത പല കാര്യങ്ങളും ഇതിൽ കൂട്ടിച്ചേർത്തു, പല കാര്യങ്ങളും എന്ത് ചെയ്തു? വെട്ടിച്ചുരുക്കുകയും ചെയ്തു. അപ്പോൾ കോപ്പിക്കപ്പെട്ട പാത ശിർക്കും ബിദ്അത്തുകളും എന്ത് ചെയ്തു? അവരവരുടെ മതത്തിൽ കൂട്ടിച്ചേർത്തു. അങ്ങനെയുള്ള പാതയല്ല. ധാരാളമായി അങ്ങനെ ഇനിയും ശേഷിക്കുന്ന ആളുകളിലും അത്തരത്തിലുള്ള ശിർക്കും ബിദ്അത്തുകളും വരും എന്നുള്ളതിലേക്കാണ് അള്ളാഹു സൂചന നൽകുന്നത്. ആ പാതയല്ല. അപ്പം അതുകൊണ്ട് ശിർക്ക് ബിദ്അത്തുകൾ അല്ലാഹു തആല വിരോധിച്ച് കഠിന പാപങ്ങളിൽ നമ്മൾ വിട്ടു നിൽക്കണം. അത് ഏതൊക്കെയാണ് മനസ്സിലാക്കണം. ഓരോ കാലഘട്ടത്തിലും അള്ളാഹു ഒഴിയുള്ളവർക്ക് ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പൂർവ്വ സമൂഹം ചെയ്തു, നമ്മുടെ സമൂഹം അങ്ങനെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് അല്ലാഹു തആല നമുക്ക് ഖുർആനിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിനൊരു രക്ഷ നമുക്ക് ഉണ്ടാവണം. മരിച്ചുപോയ മഹാത്മാക്കൾ ഇസ്തിഹാസ നടത്തി, വഫാത്തായ പ്രവാചകൻ പാപം തേടി, അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചാത്ത പല കാര്യങ്ങളും ബിദഅത്തുകൾ ചെയ്തുകൊണ്ട് ശിർക്കിൽ എത്തിപ്പെടുന്നു. ബിദഅത്തുകൾ ചെയ്തുകൊണ്ട് പല പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ
ഖുതുബ പറയുമ്പോഴൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആമുഖ പ്രസംഗത്തിൽ വശറൽ ഉമൂർ മതകാര്യം ഷർറായത് മുഹദാതു പുതുതായി നിർമ്മിച്ച് ഉണ്ടാക്കിയതാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ ഓർക്കുക, പുതുതായി നിർമ്മിച്ചുണ്ടാക്കുക. ആ കാര്യത്തിലൂടെയാണ് ഷിർക്കിൽ എത്തിപ്പെടുന്നത്. ഷിർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയാൽ നമുക്കറിയാം സ്വർഗം അല്ലാഹു ഹറാമാക്കും. ബിദഅത്ത് ചെയ്താലോ അള്ളാഹു തആല അമലുകളൊന്നും സ്വീകരിക്കില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അപ്പം അക്കാര്യം ഓർത്തുകൊണ്ട് ആയിരിക്കണം നാം മുന്നോട്ട് പോകേണ്ടത്. അതേപോലെ തന്നെ ശേഷം പറയുന്ന കാര്യത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, വഴിച്ചുള്ള പാതയിലുമല്ല. അപ്പോൾ അതിൽ മഗ്ദൂബിയും കോപ്പിക്കപ്പെട്ട പാത അല്ല, വലദ്ദാല്ലീൻ വഴിച്ചുള്ള പാതയുമില്ല. ആരാണ് വഴിച്ചത്? പഠിച്ചതുമില്ല, പ്രവർത്തിച്ചതുമില്ല. എന്താണ് പഠിക്കാനുള്ളത്? പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോടും പഠിക്കേണ്ടതുണ്ട്. അത് തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും പഠിക്കേണ്ടതുണ്ട്. ഇത് ഫർളാണ്. ഇത് രണ്ടും ചെയ്തില്ല, ഇത് രണ്ടും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. മറ്റെല്ലാ ഫർളുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ ഫർളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് നിത്യജീവിതത്തിൽ മരണം വരെ നമുക്ക് ഫർളാണ്. ഇത് പഠിച്ചിട്ട് ഖുർആനും ഹദീസും പഠിച്ച് പൂർത്തിയാവില്ല. ആവർത്തിച്ച് ഓരോ പ്രാവശ്യം നമ്മൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അല്ല ഹദീസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും വീണ്ടും ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മറ്റു പല ഹദീസുകളും അത് നമുക്ക് നിന്ന് തെളിവായി നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഖുർആനും ഹദീസും പഠിക്കുക അത് എപ്പോഴും ഫർളുള്ളൊരു കാര്യമാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാകുക. അപ്പോൾ അത് പഠിക്കാത്തവരെ ഒരു കൂട്ടത്തിൽ ആവരുത്. അതായത് ലാലീൻ വഴീശ്വര് എന്താണ്? പഠിച്ചതുമില്ല, പ്രവർത്തിച്ചതുമില്ല. പഠിക്കേണ്ടതാണ്, ഇൽമാണ്. അത് ഫർളാണ്. നമുക്ക് ആ കാര്യം എന്താണ് നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഉത്സാഹത്തോടു കൂടി നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്കതിന് ഗൗരവം മനസ്സിലാകുന്നത്. ഇൽമില്ലാത്തതുകൊണ്ട് ജനങ്ങൾ ചെയ്യുന്ന പോലെ ജനങ്ങൾ ചെയ്യുന്നു. മുജാഹിദും അങ്ങനെ തന്നെ, അതേപോലെ തന്നെ സമസ്തക്കാരും പല മുജാഹിദീങ്ങളും മക്കളായി അവർ വളർന്നു, വിദ്യാഭ്യാസപരമായി ഉയർന്നു. ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് മദർസയിൽ പോലെ 7ാം ക്ലാസ് വരെ പോകും. ആ പഠിച്ച പാഠങ്ങൾ പോലും എന്ത് ചെയ്യുന്നില്ല, അത് മനസ്സിലില്ല. തുടർന്ന് വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു? മറ്റുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ എന്ത് ചെയ്യുന്നു? ജീവിച്ചുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾ മുജാഹിദായ കാരണത്താൽ മക്കളും മുജാഹിദായി ജീവിച്ചു പോരുന്നു. അവരിലും എന്താണ് മുജാഹിദീങ്ങളായി നമ്മളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്? ശിർക്കും ബിദഅത്തിൽ നിന്നും നമ്മൾ വിട്ടുനിന്ന് മറ്റുള്ളവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക. അതിന് നമുക്ക് ഇൽമ് ആവശ്യമാണ്. ആ ഇൽമിന് പോരായി വരും. മാതാപിതാക്കളിൽ നിന്ന് കുട്ടിക്ക് കിട്ടേണ്ടത് ഏറ്റവും വലിയ സമ്മാനം ഇൽമാണ്. ഇൽമ് പഠിപ്പിക്കുക. അത് എത്ര വലിയ വിദ്യാഭ്യാസത്തിൽ പോവുകയാണെങ്കിൽ കൂടി അതിനൊപ്പം തന്നെ ഖുർആനും ഹദീസും പഠിക്കാനുള്ള ഒരു സംതൃപ്തി അല്ലെങ്കിൽ അതിനുള്ളൊരു ആഗ്രഹം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇപ്പോൾ ഈ കാലഘട്ടത്തിലുണ്ട്. മറ്റുള്ള അറബ് സ്ഥാപനങ്ങൾ, പള്ളി ദർസിലോ അതേപോലെ തന്നെ മറ്റുള്ള അറബി കോളേജിൽ പോകാൻ തന്നെ ഖുർആൻ പഠിക്കാനുള്ള സൗകര്യം അല്ലാഹു തആല നമുക്ക് ഈ കാലഘട്ടത്തിൽ ഈ ഏർപ്പെടുത്തി തന്നിട്ട് അതും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അറിവ് സമ്പാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. കാരണം നമുക്ക് പരക്കപ്പോൾ നമ്മൾ കാണുന്ന കാര്യമാണ്. ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവിധ മുസ്ലിമൊക്കെ ഉംറക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പല ആളുകളും. പക്ഷേ അവർ പല ആളുകളും ഹജ്ജ് ചെയ്യുന്നുമില്ല. ആവർത്തിച്ച് ഉംറക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമുക്കെന്താണ് ഫർള്? ഹജ്ജാണ്. ഹജ്ജ് നമുക്ക് ഫർളാണ്. ഹജ്ജ് ചെയ്യുമ്പോൾ അതിന് കൂടെ ഉംറ ഉണ്ട്. പിന്നെ എങ്ങനെയൊക്കെ ഹജ്ജ് ഒരു പക്ഷേ ന്യായം പറഞ്ഞേക്കാം, ഹജ്ജ് അങ്ങനെ ചെയ്യേണ്ടത് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത് എന്ന്. പക്ഷേ ഹജ്ജ് അങ്ങനെ ചെയ്യേണ്ടത് എന്ന് കണ്ണുകൊണ്ട് നമുക്ക് കാണാവുന്ന എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. പഴയ പോലെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആവർത്തിച്ച് കുടുംബസമേതം പിന്നെയും ഉംറയ്ക്കാണ് പോകേണ്ടത്. ഹജ്ജിന് പോകേണ്ട പൈസ ഒരുപക്ഷെ ഉംറയ്ക്ക് പോകാൻ കുടുംബസമേതം പോകുന്നു. പിന്നീട് ഉംറയ്ക്ക് ആദ്യം ഒന്ന് പോകുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ കുടുംബസമേതം പോകുന്നു. അപ്പം 4, 5, 6 ലക്ഷം റുപ്യ ചിലവാക്കിക്കൊണ്ടാണ് പിന്നെ കുടുംബസമേതം വീണ്ടും ഉംറയ്ക്ക് പോകുന്നത്. മനസ്സിലാക്കേണ്ടത്
നമ്മൾ അപ്പോഴൊക്കെ നമ്മളെ മുകളിൽ എന്തുണ്ട്, ഹജ്ജ് ചെയ്യാന്നുള്ള ആ ഫർള് അവിടെ നിലനിൽക്കുകയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എപ്പോഴാണോ സാമ്പത്തികമായ ശേഷി കിട്ടുന്നത്, അതേപോലെ ആരോഗ്യം ഉണ്ട്, ആ സന്ദർഭത്തിൽ നമ്മൾ വ്യക്തിപരമായിട്ട് ഓരോരുത്തരിലും നിർബന്ധമായ കടമയാണ് ഹജ്ജ്. ആ കാര്യത്തിൽ ആണ് മുൻതൂക്കം നൽകേണ്ടത്. ഇതൊക്കെ അറിവിൻ്റെ പോരായികയാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മഹത്വം പല ആളുകളും ഇതേപോലെ ഉംറകൾ ചെയ്തുകൊണ്ട് പിന്നെ ഹജ്ജ് ചെയ്യാതിരിക്കുന്ന സമ്പ്രദായം ഉണ്ട് പതിവുണ്ട്. അപ്പോൾ ഹജ്ജ് ഉംറ അല്ല, നമുക്ക് ഹജ്ജാണ് അല്ലാഹു തആല നിർബന്ധമാക്കിയിട്ടുള്ളത്. അതിലെന്തുണ്ട്, ഉംറയിലുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അതിൻ്റെ ഇൽമിൻ്റെ പോരായികയാണ് ജനങ്ങളെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, മുജാഹിദെന്നോ സുന്നികളെന്നോ സമസ്തക്കാരെന്നോ വ്യത്യാസമില്ലാതെ ധാരാളം എന്തെന്നു ബിദഅത്തുകൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സൂക്ഷിക്കേണ്ടതുണ്ട്. അത് സൂക്ഷിക്കേണ്ടത് ഇൽമ പഠിച്ചുകൊണ്ടായിരിക്കണം. അപ്പോഴാണ് ഇൽമ പറഞ്ഞാൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമുക്ക് നൽകുന്ന ഒരു പ്രകാശമാണ്. ഇരുട്ട് കൊണ്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വെളിച്ചത്തിലേക്ക് എങ്ങനെ പോകേണ്ടത് എന്ന് നമുക്ക് അറിയണമെങ്കിൽ അവിടെ നിന്ന് വേണം, വെളിച്ചം വേണം. ഇരുട്ടിൽ സമയത്ത് അത് രക്ഷപ്പെടുമെങ്കിൽ നമുക്ക് വെളിച്ചം വേണം. ആ വെളിച്ചമാണ് എന്ത്, ഇൽമ് ഖുർആൻ ഹദീസ് പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിലേക്ക് നമ്മളെല്ലാവരും ശ്രദ്ധ വേണം. ഒരവസരം കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടുമ്പോൾ അത് ദുരുപയോഗപ്പെടുത്തരുത്. ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിക്കേണ്ടതുണ്ട്. അത് ഇറങ്ങിയ രൂപത്തിലൂടെ ആണ് നമ്മൾ പഠിക്കേണ്ടത്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതോടുകൂടി എന്ത് വേണം, എങ്ങനെയാണോ ഖുർആൻ അവതരിപ്പിച്ചിട്ട് അക്ഷരശുദ്ധിയോട് കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയെ എഴുതി കൽപ്പിച്ച് കൊടുത്ത രൂപത്തിലൂടെ നമ്മൾ പഠിക്കൽ അനിവാര്യമാണ്. അതോടുകൂടി അതിൻ്റെ അർത്ഥവും പഠിക്കൽ അനിവാര്യമാണ്, അതിൻ്റെ തഫ്സീറും പഠിക്കൽ അനിവാര്യമാണ്. അതിന് കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അങ്ങനെ ഇൽമു പഠിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി മാതൃകയായി ജീവിച്ച് മറ്റുള്ളവരും പഠിപ്പിച്ചു കൊടുക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ വലംനാ അൻഫുസനാ വലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി മാ സഅലക നബിയുക മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. نعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين آمين. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله.